മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. പക്ഷേ ഈ തത്വത്തെക്കുറിച്ച് പക്ഷെ ചിന്തിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരും അത്ര മെനക്കെടാറില്ല. കാരണവന്മാർക്ക് സാധിക്കും, അവർ അത് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത്, കുറച്ച് സമയം നമ്മളവിടെ ചെലവാക്കുമ്പോൾ സാധാരണ ഒരു യോഗം പോലെ ആവില്ല. സാധാരണ ഒരു യോഗത്തിൽ നമ്മൾ ചെയ്യാറുള്ളത് വരും പ്രസംഗം കേൾക്കും തിരിച്ചു പോകും. എന്താണ് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ബാക്കി ഉണ്ടാവില്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പാത്രത്തിൽ പകർന്നു കൊടുത്താൽ അതുപോലെ പച്ചവെള്ളമാണെങ്കിൽ ഒഴിച്ച പാത്രത്തിന് മുഴുവൻ പോകും. നേരെ മറിച്ച് മറ്റു വല്ല സാധനങ്ങൾ കുറച്ചൊക്കെ കട്ടിയിൽ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ, ഇപ്പൊ പാല് തേന പോലുള്ള സാധനങ്ങളാണെങ്കിൽ, എണ്ണയൊക്കെ ആണെങ്കിൽ ഒരു പാത്രത്തിൽ പകർന്നു കൊടുത്താൽ അതോട് ഒഴിച്ചു കൊടുത്താലും മുഴുവൻ പോകില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പാത്രം പോലെ സ്വീകരിച്ചുകൊണ്ട് ഒഴിച്ചു കളയിച്ചു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റിയ, ചിന്തിക്കാൻ പറ്റിയ കുറച്ച് ചിന്തകൾ നമ്മൾ പങ്കുവെക്കണം. അത് വളരെ പ്രധാനമാണ്. അതാണ് എനിക്ക് എൻ്റെ ചെറുപ്പക്കാരോട് ആദ്യമായി പറയാൻ. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ വളർന്നു വരുന്ന ആളുകളൊക്കെ പുതിയ തലമുറ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന ഈ പുരോഗതികൾ, നമ്മുടെ സ്കൂള്, നമ്മുടെ മദ്രസ, നമ്മുടെ പള്ളി, മുസ്ലിങ്ങളുടെ ഈ സുരക്ഷിതമായ അവസ്ഥ, ഇതൊക്കെ കേരളത്തിലെ ചിലർ പ്രചരിപ്പിക്കുന്ന പോലെ കേരളത്തിലെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാമ്പത്തിക വിപ്ലവത്തിന്റെ ഫലമാണ് എന്ന് എല്ലാവരും പറയാറുള്ളതാണ്. നിങ്ങൾ എവിടെ ഒരു പ്രസംഗം കേൾക്കാൻ പോയി നോക്ക്, എവിടെ ഒരു ചർച്ച പോയി നോക്ക്, കേരളം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നവർ പറയുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി, കേരളത്തിലെ കുട്ടികൾ നന്നായി വിദ്യാഭ്യാസം നേടി, അതുപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് സാമ്പത്തിക പുരോഗതി ഉണ്ടായി, സാമൂഹ്യ പുരോഗതി ഉണ്ടായി. ഇതാണ് അവർ പറയാറുള്ളത്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത് ഉണ്ടായി എന്നവർ ചിന്തിക്കാറില്ലല്ലോ. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായി, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇത് ഉണ്ടായില്ല, കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഈ വിദ്യാഭ്യാസ വിപ്ലവം വന്നു, അതൊരു ചോദ്യമാണ്. എന്താ നമ്മുടെ മനസ്സിലാകുന്ന ചോദ്യമില്ലാത്തത്? ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്തുള്ള മുസ്ലിമീങ്ങൾ ആരാവട്ടെ, ആ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ പരിതാപകരമാണ്, വളരെ പരിതാപകരമാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിങ്ങൾ പോലും അമുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടല്ലോ, മദ്രസയിൽ പഠിപ്പിക്കുന്നത് പോലും അമുസ്ലിങ്ങൾ, മുസ്ലിങ്ങളല്ലാത്ത അധ്യാപകർ, മദ്രസ വിദ്യാഭ്യാസം. അത്തരം സ്കൂളുകളിലേക്ക് മുസ്ലിം കുട്ടികൾ കൂടുതൽ വരുന്നില്ല. ആ മദ്രസ വിദ്യാഭ്യാസം മാത്രമേ അവർക്ക് വിദ്യാഭ്യാസമുള്ളൂ, വേറെ സ്കൂളില്ല. അങ്ങനത്തെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതുപോലെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ കോഴിക്കോട് വെച്ച് നടന്ന വലിയ സമ്മേളനത്തിൽ തന്നെ EMS ആയി പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിരിക്കും. നമ്മളൊക്കെ പത്രത്തിൽ വായിക്കുന്നത് അതേ നേരെ കണ്ടതാണ്. സരസ്വതി പൂജ നടത്തിക്കൊണ്ട് സ്കൂളിലേക്ക് പോകേണ്ട സ്ഥലം മധ്യപ്രദേശ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകണമെങ്കിൽ അവിടെ ചെന്ന് ആദ്യം സരസ്വതി പൂജ നടത്തണം. മുസ്ലിം കുട്ടിയാണെങ്കിൽ ഏത് കുട്ടിയാണെങ്കിലും ആ പൂജ ചൊല്ലിയിട്ടേ സ്കൂളിൽ പഠനം ആരംഭിക്കണം. അങ്ങനത്തെ സംസ്ഥാനം നമ്മുടെ രാജ്യത്ത്. എന്തുകൊണ്ട് കേരളം അതിൽ നിന്നൊക്കെ മാറിയത് എന്തുകൊണ്ടാണ്? എന്താണ് കേരളത്തിന്റെ പ്രത്യേകത? അതാണ് നമ്മൾ ചിന്തിക്കണം. കുട്ടികളുടെ ധാരണ അതൊക്കെ ഒരു സുപ്രഭാതത്തിന്റെ സൃഷ്ടിയാണ്, ഇതൊക്കെ മുമ്പേ എങ്ങനെയാണ് എന്നൊക്കെ ഒരു തോന്നലാണ്. പക്ഷെ കേരളവും അതുപോലെയുള്ള ഒരു സംസ്ഥാനമായി മാറുമായിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനമായി ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടുണ്ടായില്ല? കേരളത്തിൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം നമ്മൾ ശരിക്കും ആഴത്തിൽ പഠിച്ചാൽ ബോധ്യപ്പെടും. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അല്പം മതബോധവും മതസംഘടനകളും അതിലൂടെ അവർ കെട്ടിപ്പടുത്ത രാഷ്ട്രീയപരമായ ഐക്യവും. ഇവിടെ പണ്ടൊക്കെ എന്താ അവസ്ഥ? ദീനും ലീഗും അതൊക്കെ ഒന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ ആരെതിർത്താലും എന്ത് പറഞ്ഞാലും ശരി, ഇവിടുത്തെ പണ്ടത്തെ അവസ്ഥ അതാണ്. ബാബകിത്തങ്ങളും പൂക്കോയത്തങ്ങളും അവരെന്നെയാണ് ദീൻ നടത്തിയതും അവരെന്നെയാണ് ലീഗ് നടത്തിയതും. കായികമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലുള്ള ഒരാള് ലീഗും ദീനും ഒന്നും രണ്ടായി കണ്ടിട്ടില്ല. അവർക്ക് മതവും രാഷ്ട്രീയ പ്രവർത്തനവും ഒന്ന് തന്നെയാണ്. നമ്മളാണ് ഇപ്പൊ അത് രണ്ടാക്കിയത്. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള ലീഗ് എന്തായി? അത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ജനതാദൾ പോലുള്ള ഒരു പാർട്ടിയാണ്. ദീന് വേറെ. നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് നമ്മുടെ പഴയ തലമുറക്ക് ഇത് രണ്ടും ഒന്നാണ്. അവര് ലീഗായത് ദീനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്,
ദീന് നിലക്കാൻ വേണ്ടിയിട്ട് അവർ ലീഗിൽ പ്രവർത്തിച്ചത്. ഇന്നിപ്പോ നമ്മളെ കുട്ടികൾക്ക് ദീന് പ്രശ്നമല്ല, രാഷ്ട്രീയം മാത്രമേ പ്രശ്നമുള്ളൂ. ദീന് കൈയൊഴിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ഇപ്പോഴും നിങ്ങൾ നോക്ക്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ലീഗിനെ നയിക്കുന്നത്. അദ്ദേഹമാണ് നമ്മുടെ ഒരുപാട് മഹല്ലത്തിന്റെ കാദി. അദ്ദേഹമാണ് ഒരുപാട് മഹല്ലുകളെ ശരിക്കും സമൂഹത്തിന്റെ നേതൃനിരയിൽ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പണ്ട് കാലത്ത്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നിസ്കാരം, നോമ്പ്, ഇസ്ലാമിക ഷിആർ, ദീനി ബോധം അതൊന്നുമില്ല. അത് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ രാഷ്ട്രീയവും തകരും. അത് ആദ്യം മനസ്സിലാക്കാം. ബാബയ്ക്ക് തങ്ങൾ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഉണ്ട്, ആദ്യം മുസ്ലിം ആവുക, പിന്നെ ലീഗാവുക, അപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടാവുക. പുതിയ തലമുറ പഠിക്കേണ്ട പാഠം അത്. ആദ്യം മുസ്ലിം ആവുക, പിന്നെ ലീഗാവുക, എന്നിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാവുക. അള്ളാഹുവിനോടുള്ള ബാധ്യത ആദ്യം നിർവഹിക്കുക, പിന്നെ സമൂഹത്തോടുള്ള ബാധ്യത നിർവഹിക്കുക. ആദ്യം അവനവൻ നന്നാകുക, പിന്നെ നാട്ടുകാരെ നന്നാക്കുക. ഇതാണ് നമ്മുടെ രീതിശാസ്ത്രം. അത് പോയാൽ എല്ലാം പോയി. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് ശരിക്കും തുടങ്ങേണ്ടത്. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം. മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ചെറുപ്പക്കാരായ കുട്ടികളോട് എനിക്ക് ആദ്യം പറയണം, ലീഗ് മറ്റു പാർട്ടികളെ പോലെ അല്ല. ഏതെങ്കിലും ഒരുപാട് രാഷ്ട്രീയ പാർട്ടി നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ മനസ്സിലായിക്കോളൂ, ലീഗ് മറ്റു പാർട്ടികളെ പോലെയല്ല. എന്താ ലീഗിനുള്ള വ്യത്യാസം? ഒരു മുസ്ലിമിന്റെ കടമ എന്ന് പറയുന്നത് ഇസ്ലാമിനെ നിലനിർത്തലും മുസ്ലിമായി ജീവിക്കലും. നമ്മൾ മുസ്ലിമായി ജീവിക്കുമ്പോൾ ഇസ്ലാം ഉണ്ടാവും. നമ്മൾ മരിച്ചതോടുകൂടി ഇസ്ലാം കൊടുത്ത് പോകാൻ പാടില്ല. ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിനെ നിലനിർത്താനുള്ള ഒരു കടമ നമുക്കുണ്ട്. ആ കടമയുടെ സന്ദേശം നമ്മുടെ കയ്യിൽ തന്നിട്ടാണ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാജ്യത്തോട് വിട പറഞ്ഞു പോയത്, ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യം നമ്മുടെ കയ്യിലുള്ള ദീൻ നിലനിർത്തുക എന്നുള്ളത്. ആ ഒരൊറ്റ കാര്യം നിർവഹിക്കാനാണ് മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കൊടുങ്ങല്ലൂർക്ക് പായ്ക്കപ്പലേറി വന്നത്. കഷ്ടപ്പെട്ട് കൊടുങ്ങല്ലൂർ വന്ന് പള്ളി ഉണ്ടാക്കി ദഅവത്ത് നടത്തിയതിനാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് ഉച്ചരിച്ചവൻ ആരുണ്ട്? ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, ദീനെ നിലനിർത്തുക, അതിനുവേണ്ടി ശബ്ദിക്കുക. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് പോരാ, വഅമില സ്വാലിഹൻ, സൽക്കർമ്മം ചെയ്യുക. അത് മാത്രം പോരാ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയാം. ഞാനൊരു മുസ്ലിമാണെന്ന് അന്തസ്സോടു കൂടി പറയാൻ കഴിയും. ആ അന്തസ്സ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ കടമ. ആ കടമ നമ്മുടെ രാജ്യത്ത് നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? ആ കടമ നമുക്കിവിടെ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് വേണം? ചെറുപ്പക്കാർ ആദ്യം മുതൽ അത് ചിന്തിക്കണം. ഇസ്ലാമിന്റെ നിലനിൽപ്പും ദഅവത്തും ഈ നാട്ടിൽ നടക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിന്നാൽ പോരാ, അതൊരു രാഷ്ട്രീയ സംവിധാനമാണ്. നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതും നിയമങ്ങൾ പൊളിച്ചു നിന്നതുമൊക്കെ നിയമസഭകളിലാണ്. പാർലമെന്റും നിയമസഭയും പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള നിയമനിർമ്മാണ സഭകൾ ഒരു രാജ്യത്തെ പ്രധാന ഘടകമാണ്. ഒരു രാജ്യത്തിന്റെ നിയമം നിർമ്മിക്കുന്നത്, അപ്പൊ ഈ നമ്മുടെ പഞ്ചായത്തിൽ നിയമം നിർമ്മിച്ചാൽ ഈ പഞ്ചായത്തിൽ എല്ലാവരും അത് അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ നിയമസഭയിൽ നിയമം പാസ്സായ നമ്മൾ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമം അനുസരിക്കേണ്ടി വരും. നമ്മുടെ പാർലമെന്റിന് നിയമം കൊണ്ടുവന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അത് അംഗീകരിക്കേണ്ടി വരും. ഇത് സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ നമുക്ക് എതിരായ നിയമം വരാനും പാടില്ല, അനുകൂലമായ നിയമം വരികയും പാടില്ല. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ മുസ്ലിമായി പള്ളിയിൽ ഒതുങ്ങിക്കൂടുകയോ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയോ ചെയ്താൽ നിയമനിർമ്മാണത്തിൽ സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിയില്ലല്ലോ. നിയമനിർമ്മാണത്തിൽ സ്വാധീനം ചെലുത്താതിരുന്നാൽ നിയമത്തിന് കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരില്ലേ? ഇപ്പൊ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് പാർലമെന്റിൽ ഒരു നിയമം വരുന്നു മുസ്ലിങ്ങൾക്കെതിരാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇവിടെ കവലകളിൽ കുറെ യോഗം ചേർന്നു, അല്ലെങ്കിൽ നമ്മൾ കുറെ പ്രതിഷേധ യോഗം നടത്തി. ആ പ്രതിഷേധ യോഗം നടത്തിയാലൊന്നും ഗവൺമെന്റ് അത്